ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26, ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 23-ാം അധ്യായം. അഥല്യ ഇന്ന് ദേശം വാണുകൊണ്ടിരിക്കുകയാണ്. അഥല്യ ഇന്ന് വാഴ്ച തുടങ്ങിയിട്ട് 7-ാമത്തെ വർഷമായി. 6 വർഷം പൂർത്തിയാക്കി. ഈ 7-ാമത്തെ വർഷത്തിൽ യഹോയാദാ പുരോഹിതൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെത്തോടെ അത്ര ശരിയായി പോകുന്നെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം, ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ദാവീദിൻ്റെ വംശപരമ്പരയിലുള്ള പുരുഷനായ ഏതെങ്കിലും രാജാവാണ്. അതേ വംശപരമ്പരയിൽ മക്കളുടെ മക്കൾ, മകൻ 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 തരത്തിൽ. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് യഹൂദാ ഗോത്രത്തിൽ പോലും അല്ലാത്ത ഒരു സ്ത്രീയാണ് രാജാവായിരിക്കുന്നത്, അഥല്യ. അപ്പം അതുകൊണ്ട് തന്നെ അവരെ രാജസ്ഥാനത്തു നിന്ന് മാറ്റണം എന്നുള്ള യഹോയാദാ താല്പര്യപ്പെട്ട് ധൈര്യം വേണം. രാജാവിനെതിരെ എന്തെങ്കിലും, അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ധൈര്യം വേണം. അതിന് അസാമാന്യ ധൈര്യം വേണം. ആ ധൈര്യപ്പെട്ട് എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് പടനായകന്മാരൊക്കെ ഉണ്ടായി. ശതാധിപന്മാരോട് സഖ്യത ചെയ്ത് ആ ശതാധിപന്മാരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് യഹൂദാ നഗരങ്ങളിൽ നിന്ന് ലേവ്യരെയും ഇസ്രായേലിൻ്റെ മറ്റ് പിതൃഭവന തലവന്മാരെയൊക്കെ കൂട്ടി യെരുശലേമിൽ കൊണ്ടുവന്നു. സർവ്വസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു. രാജാവെന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ യഹോവാഹാസ് ജീവിച്ചിരിപ്പുണ്ട്. യഹോവാസിനെ അദ്ദേഹത്തിൻ്റെ അമ്മയെയും യഹോയാദായുടെ പുരോഹിതൻ്റെ സഹോദരി ഭാര്യയായ യഹോശബത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6 വർഷമായി. ആ രാജാവാണ്. ആ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. 7 വയസ്സേ ഉള്ളൂ ഇപ്പോൾ. ആ രാജാവിനെ മുമ്പിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയാണ് അവർ എത്തിച്ചേരുന്നത്. എന്നിട്ട് ഇതിൽ മുറ മാറി വരുന്ന ലേവ്യരോട് 3 ഭാഗമായിട്ട് വേർതിരിച്ച്, ഒരു ഭാഗം വാതിൽ കാവൽക്കാരായിട്ടും 1/3 ഭാഗം രാജധാനിയിൽ നിൽക്കാനും 1/3 ഭാഗം അടിസ്ഥാന വാതിൽക്കൽ നിൽക്കാനും ഒക്കെയും ഏർപ്പാടാക്കി. അവരെയൊക്കെ അങ്ങനെയൊക്കെ നിർത്തിച്ചു. പുരോഹിതന്മാരല്ലാതെ ആരും ദേവാലയത്തിൽ കടക്കരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും ദേവാലയത്തിൽ കടക്കുന്നെങ്കിൽ അവരെ തടയണം, കടന്നു പോയാൽ അവരെ കൊന്നുകളയണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കഴിയുന്നതും ആളുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. പരമാവധി ആളുകൾ അവിടെ ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ, ഈ യഹോവാഹാസിനെ രാജാവെ അഭിഷേകം ചെയ്യാൻ പോകുന്നത് ആണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അത് പ്രധാനപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാകും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ആൾക്കാരവിടെ ഉണ്ടാവണം. അത്രയും ശബ്ദവും ഘോഷവും അവിടെ കേൾക്കണം. അങ്ങനെ ആയുധങ്ങളൊക്കെ കൈവെക്കേണ്ടവരെ കൊണ്ട് അതൊക്കെ വെച്ചു. അവിടെ ആലയത്തിൽ കുറച്ച് പൊൻപരിചകളും ഒക്കെ ഉണ്ടായിരുന്നു, കുന്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൈവച്ച് അവർ ആയുധമായിട്ട് ആലയത്തിലെ വലതുവശം മുതൽ ആലയത്തിൻ്റെ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിന് നേരെ രാജാവിൻ്റെ ചുറ്റും നിർത്തി. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് രാജകിരീടം ധരിപ്പിച്ചു. സാക്ഷ്യപുസ്തകവും കൊടുത്തു. അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. എന്നിട്ട് അവിടെ ഉച്ചത്തിൽ എല്ലാവരും കൂടെ രാജാവേ ജയ ജയ, രാജാവേ ജയ ജയ എന്ന് ആർത്തു വിളിച്ചു. ഇത് സംഭവിക്കുന്നത് കേട്ടിട്ട് അഥല്യ പുറത്തു വന്നിട്ട് കണ്ടപ്പോൾ ഇതാണ് കാണുന്നത്. അതുവരെയും രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ അഥല്യ അറിയാതെ രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അഥല്യ കണ്ടപ്പോൾ വസ്ത്രം കീറി ദ്രോഹം എന്ന് പറഞ്ഞു. യഹോയാദാ പുരോഹിതൻ പറഞ്ഞു, അവളെ പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആലയത്തിൽ വെച്ച് കൊല്ലരുതെന്ന് പ്രത്യേകിച്ച് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവളെ താഴെ കുതിരവാതിലിൻ്റെ പ്രവേശനത്തിൽ പോയിട്ട് അവിടെ വെച്ചാണ് കൊന്നുകളയുന്നത്. അങ്ങനെ അഥല്യ എന്ന രാജ്ഞിയായിട്ടിരുന്ന ഭരണാധികാരിയായിരുന്ന സ്ത്രീയെ കൊന്നുകളയുകയാണ്. അനന്തരം അവിടെ നമ്മളെല്ലാവരും, അതായത് ജനവും ഞാനും രാജാവും എല്ലാവരും ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവരായിരിക്കും, യഹോവയുടെ ജനമായിരിക്കുമെന്ന് അവരൊരു ഒരു ശപഥം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു.
പിന്നെ ജനമൊക്കെ ചെന്ന് ബാലിൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ചു കളഞ്ഞു, ബലിപീഠങ്ങളും വിഗ്രഹങ്ങളൊക്കെ തകർത്തു. ബാലിൻ്റെ ഒരു പുരോഹിതനുണ്ടായിരുന്നു, അയാളെ ആ ബലിപീഠങ്ങളുടെ മുമ്പ് വെച്ച് കൊന്നുകളയുകയും ചെയ്തു. ദാവീദ് കൽപ്പിച്ചിരുന്ന പോലെ സന്തോഷത്തോടും സംഗീതത്തോടും മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോവയുടെ ആലയത്തിൽ ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു. അപ്പോൾ ഇതുവരെ ഒന്നുമില്ല. ഇതൊക്കെ പുതിയ അന്യ രാജാവിൻ്റെ അന്യദേവ ആരാധനയൊക്കെ ചെയ്യുന്ന രാജാവിൻ്റെ കീഴിൽ ഇതൊന്നും അവിടെ ഇല്ല. അതൊക്കെയും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അങ്ങനെ അവിടെ വാതിൽ കാവൽക്കാരെ നിയമിക്കുന്നു, ശതാധിപന്മാർ. ഇപ്പം മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ യഹോവാസിനെ രാജാസനത്തിൽ കൊണ്ടുപോയി രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന യഹൂദ രാജാക്കന്മാരിൽ ദാവീദിന് സന്തതികളിൽ നിന്ന് മാറി ഉണ്ടായ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു രാജാസ്ഥാനത്തിലിരുന്ന 6 വർഷം ഭരിച്ചിരുന്ന ആ അഥല്യയെ കൊല്ലുകയും ദാവീദിൻ്റെ സന്തതി പരമ്പരയിലുള്ള യഹോവാസിന് 7 വയസ്സാണുള്ളത്. 7 വയസ്സ് മാത്രമുള്ള യഹോവാസിനെ യോവാശ് എന്നാണ് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ കാണുന്നത്. യോവാശ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പേര് യഹോവാസ് എന്നുള്ളത് യോവാശായിട്ട് ചുരുക്കിയാണ് പിന്നോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. 7 വയസ്സാണ് അദ്ദേഹത്തിന്. 7 വയസ്സേ ഉള്ള അയാൾ. 7 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് അവിടെ രാജാവാക്കിയത്. പക്ഷേ തുടർന്ന് നമ്മൾ വായിക്കുന്ന അധ്യായത്തിൽ കാണാൻ പറ്റും, ഈ യോവാശിനെ അല്ലെങ്കിൽ യഹോവാസിനെ 7 വയസ്സുള്ള കുട്ടിക്ക് ഒന്നും അറിയാത്തത് കൊണ്ട് യോവാശിന് വേണ്ടിയിട്ട് യഹോയാദാ പുരോഹിതനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നതും ഉപദേശിച്ചിരുന്നതും കൽപ്പനകൾ കൊടുത്തിരുന്നതും. രാജാവിനെ കൊണ്ട് കൊടുപ്പിക്കുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും തീരുമാനത്തിൻ്റെ ഭാഗത്തു നിന്ന് രാജാവിനെയും രാജ്യത്തെയും സഹായിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഈ യഹോയാദാ പുരോഹിതനെടുത്തതായിട്ട് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ കാണാൻ കഴിയും. രണ്ടാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം. നെബൂഖദ്നേസർ രാജാവ് ഭൂമിയിൽ പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും ഒരു എഴുത്തെഴുതുകയാണ്. അപ്പോൾ എഴുത്തെഴുതുമ്പോൾ എന്തിനാണ് ഞാൻ എഴുതുന്നതെന്നും ആ എഴുത്തിൽ പറയുന്നുണ്ട്. അവിടെ എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ, അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്. രാജാവായി ഇവിടെ ഇരിക്കുകയാണ്. സർവ്വഭൂമിയിലെയും ഒരുപാട് ദേശങ്ങളുടെ മേൽ രാജാവായിരിക്കുന്ന, ഒരുപാട് രാജ്യങ്ങളുടെ മേൽ രാജാവായിരിക്കുന്ന രാജാവാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്വം, അതായത് ദാനിയേലിൻ്റെയും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ഒക്കെ ദൈവം, ആ ദൈവത്തെയാണല്ലോ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടത്. ഒരു സ്വപ്നം പറഞ്ഞു. ആ സ്വപ്നം ഒരു വലിയ ബിംബത്തിൻ്റെ സ്വപ്നം. അത് തകർന്നു പോകുന്ന ഒരു കല്ല്, കൈ തൊടാതെ ഒരു കല്ല് വന്ന് അതിനെ തകർത്ത് കളയുന്നതിൻ്റെ ഇത്. അതുപോലെ ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെ വലിയ തീച്ചൂളയിൽ ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒരു പുകയുടെ മണം പോലും ഇല്ലാതെ പുറത്തു വന്ന അത്ഭുതകരമായ സംഭവം. ഇതൊക്കെ നെബൂഖദ്നേസറിന് ദൈവമാരെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്തെന്നും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ രാജ്യത്വം, ആ ദൈവത്തിൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം, ദൈവത്തിൻ്റെ ആധിപത്യം തലമുറയുള്ളതാകുന്നുവെന്ന് ഈ കത്തിൽ എഴുതി വിടുകയാണ്. എന്നിട്ട് ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്, ഒരു സ്വപ്നത്തെ സംബന്ധിച്ച്. പക്ഷേ ഈ സ്വപ്നം ഈ നെബൂഖദ്നേസർ രാജാവ് എഴുതുന്ന എഴുത്തിലാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതിനു മുമ്പ് സംഭവമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ എഴുത്തിലാണ് ഈ സ്വപ്നമുള്ളത്. എന്നാൽ ആദ്യത്തെ സ്വപ്നം, ബിംബത്തിൻ്റെ സ്വപ്നം കാണുമ്പോൾ അവിടെ സ്വപ്നം പറയുന്നില്ല. സ്വപ്നം എന്താണെന്ന് പറയും. സ്വപ്നവും നിങ്ങൾ തന്നെ പറയണം, വ്യാഖ്യാനവും നിങ്ങൾ തന്നെ പറയണം. അതായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. പക്ഷെ ഇവിടെ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു, വളരെ വിഷമിച്ചു. പക്ഷെ അവിടെയുള്ള ബാബയിലെ വിദ്വാന്മാരോ ഒന്നും അത് പറയാൻ കഴിഞ്ഞില്ല അവർക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെൽഷസർ എന്ന് എൻ്റെ ദേവൻ്റെ നാമമുള്ള വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു.
ഞാൻ അവനോട് സ്വപ്നം വിവരിച്ചു. അപ്പോൾ ഇവിടെ സ്വപ്നം വിവരിക്കുന്നുണ്ട്. സ്വപ്നം എന്താണെന്ന് പറയുന്നുണ്ട്. മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽഷസറെ, വിശുദ്ധ ദേവന്മാർ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ താല്പര്യം അർത്ഥവും പറക. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനം ഇതാണ്. ഭൂമിയുടെ നടുവിൽ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതാകുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വ ഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതുമായിരുന്നു. എവിടെ നിന്ന് നോക്കിയാലും ആ വൃക്ഷം കാണാം. അത്ര വലിയ ആകാശത്തോളം ഉയർന്നൊരു വൃക്ഷമായിരുന്നു. അതിൻ്റെ ഇല ഭംഗിയുള്ളതായിരുന്നു. അനവധി ഫലമുണ്ടായിരുന്നു. എല്ലാവർക്കും അതിൻ്റെ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിൻ്റെ കീഴെ തണലിൽ ഇളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ, സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് ഈ ഇറങ്ങി വന്ന ദൂതൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ്കളെയൊക്കെ ചിതറിച്ച് കളയുമെന്ന് പറഞ്ഞു. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളുമൊക്കെ അവിടെ നിന്ന് മാറി പൊക്കോട്ടെ. അതിൻ്റെ തായ്വേര് കളയരുത്. അത് ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ തന്നെ വെച്ചേക്കുക. പൂർണ്ണമായും നശിപ്പിക്കരുത്. അതിൻ്റെ ചുവട് അവിടെ വെച്ചേക്കണം. വേരും ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കണം. അത് ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയട്ടെ. അങ്ങനെ എന്നിട്ട് എഴുതുന്നത്, അപ്പോൾ ഈ വൃക്ഷത്തെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വൃത്തത്തിനെ വെട്ടിയിടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് കേൾക്കുന്നത് അവൻ ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയട്ടെ. അവൻ എന്നൊരു വാക്കാണ് ഇവിടെ വായിക്കുന്നത്. അവൻ ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ ഉപജീവനം പുല്ലായിരിക്കട്ടെ. അവൻ്റെ മനുഷ്യ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അവൻ അങ്ങനെ 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇതൊക്കെ കേൾക്കുന്ന ശബ്ദങ്ങളാണ്. നെബൂഖദ്നേസർ രാജാവ് പറയാണ്, ബേൽഷസറേ, ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരണം. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമുള്ള ഒരു സ്വപ്നമായിരുന്നതുകൊണ്ട് ദാനിയേൽ കുറച്ചു നേരത്തേക്ക് സ്തംഭിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ പറയും എന്നുള്ള വിചാരത്തിൽ പരവശനായി. എന്നിട്ട് രാജാവ് വീണ്ടും ബേൽഷസറോട് പറയുന്നുണ്ട്, സ്വപ്നവും എൻ്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകണ്ട, ധൈര്യമായിട്ട് നീ എന്നോട് പറഞ്ഞോ എന്ന് ഉള്ളൊരു ധൈര്യം രാജാവ് ദാനിയേലിന് കൊടുക്കുന്നുണ്ട്. യജമാനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിൻ്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതൊന്നും അങ്ങേക്ക് ഭവിക്കണ്ട, ബാക്കിയുള്ളവർക്ക് ഭവിച്ചോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അത് രാജാവിനുള്ളതാണ് എന്നുള്ളത് ദാനിയേലിന് അറിയാം. അതിനെ ഒന്ന് മയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടവും കാണാവുന്നതുമായ ഭംഗി അനവധിയുള്ള ഈ ഭക്ഷിക്കാൻ അതിനകത്ത് പഴങ്ങളും ഒക്കെയുള്ള മൃഗങ്ങൾ വസിച്ചതും പക്ഷികൾ വസിച്ചതുമായ പാർപ്പണമുള്ളതായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ച് ബലവാനായി തീർന്നിരിക്കുന്ന അങ്ങ് തന്നെ, തിരുമേനി തന്നെ. തിരുമേനിസിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. എന്നിട്ട് ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ച് കളവ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറയുന്നത്, ഇത് അങ്ങേക്ക് ഈ രാജത്വത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ്. ഇവിടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ വിധി രാജാവിന്മേൽ വരുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെ 7 കാലം അങ്ങ് തികയുന്നത് വരെ അങ്ങ് ഈ പറഞ്ഞതുപോലെ കാളയെ പോലെ പുല്ല് തിന്നേണ്ടി വരും, ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയേണ്ടി വരും, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്ന ഇതുവരെ 7 കാലം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങേക്ക് ഇത് ബോധ്യമാകും. അതുവരെയും ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് അങ്ങേ ഇവിടെ തിരിച്ച് രാജ്യത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പം ഇത് പറഞ്ഞു. ഇത് നമ്മൾ സംഭവിക്കുന്നത് പോലെ പറയുന്നുവെങ്കിലും ഇത് എഴുത്തിനകത്തുള്ള കാര്യമാണ്, അദ്ദേഹം എഴുതി അയക്കുന്നതിനകത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത് നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നത് കൊണ്ട് അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അപ്പം അത് ഉപദേശവും ആലോചനയുമാണ്. അതായത് നീതി മനുഷ്യരോടുള്ള നീതിയാണ്. മനുഷ്യരോട് നീതി കാണിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ദരിദ്രന്മാർക്ക് കൊടുക്കുകയും ദരിദ്രന്മാരോടും താഴെയുള്ളവരോടുമൊക്കെ
അനുകമ്പയും കൃപയും കാണിക്കുകയൊക്കെ ചെയ്താൽ നിനക്ക് നിൻ്റെ അകൃത്യങ്ങളുടെ അകൃത്യങ്ങൾക്കും ലംഘനങ്ങൾക്കും ശമനം വരും, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ക്ഷമ നിനക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ദാനിയേൽ മത്തായി 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുവാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ കരുണ കാണിക്കാൻ, അങ്ങനെ ദയ കാണിക്കാൻ, അങ്ങനെ നീതി പ്രവർത്തിക്കാൻ, കൊടുക്കാൻ ഒക്കെ ചെയ്യുമ്പോൾ അപ്പം നിനക്കും അതുപോലെ തിരിച്ചു ലഭിക്കും, നിൻ്റെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ അതിനാൽ ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് എൻ്റെ ധനമാഹാത്മ്യത്താലുള്ള എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിതിയ മഹല്യാൻ ബാബിലോൺ എന്നല്ലയോ രാജാവ് പറഞ്ഞു തുടങ്ങിയത്. ഈ രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എന്നാൽ നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവേ, നിന്റെ രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുന്നുതീറ്റും, ബോധിച്ചവന് തിന്നതിന് അത് കൊടുക്കും. ഇതൊക്കെയും കേൾക്കുകയാണ്. അത് നെബൂഖദ്നേസർ നിവൃത്തിയായി. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാളയെന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അപ്പോൾ ഇത് കത്തിലെ വാക്കുകളാണ്. എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു, ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. ആ ദൈവത്തിൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറയായി ഉള്ളതുമല്ലോ. അവൻ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സകല ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. അപ്പം ഇത് നെബൂഖദ്നേസർ തൻ്റെ രാജ്യത്തും അന്യദേശത്തും രാജ്യക്കാർക്കും ഭാഷക്കാർക്കും ഒക്കെ എഴുതുന്ന കത്തിലെ വാക്കുമാണ്. എന്നിട്ട് അവിടെ തന്നെ എഴുതുകയാണ് പിന്നെയും, ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു, എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരുടെ മഹത്വങ്ങളും എന്നെ അന്വേഷിച്ചു, ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സൃഷ്ടിച്ചു, കൂടുതൽ അന്നുണ്ടായിരുന്നതിനേക്കാളും മഹത്വം, അന്നുണ്ടതിനേക്കാളും അധികാരം ഒക്കെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഇതാണ് അദ്ദേഹം എഴുതുന്ന എഴുത്തിലെ വരികൾ അല്ലെങ്കിൽ വാക്യങ്ങൾ, ആശയം. ഇതാണ്, ഈ എഴുത്തിലൂടെ മാത്രമാണ് ഇങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ ഒരു സ്വപ്നം അയാൾ കണ്ടു എന്നുള്ളതും അത് ദാനിയേൽ പ്രവാചകൻ അത് വിശദീകരിച്ചു കൊടുക്കുകയും അത് അദ്ദേഹം സംഭവിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും തൻ്റെ നിഗളഭാവമൊക്കെ താഴ്ത്തി മറ്റുള്ളവരുടെ കരുണയും ദൈവമുള്ള രാജാവായി മാറിക്കൊണ്ട് തൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനത്തായി വരുന്നതൊക്കെ ഈ എഴുത്തിലൂടെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ആദ്യം നമ്മൾ എഴുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ എഴുത്തല്ല, മറിച്ച് ഇത് സംഭവിക്കുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എഴുത്തിലെ വരികളാണ്, എഴുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. അപ്പം അങ്ങനെ അന്യജാതിക്കാരനായ രാജാവ് ദൈവത്തെ അറിയുന്ന പല ഘട്ടങ്ങളിൽ ഒരു ഘട്ടം കൂടെയാണ് ഈ സ്വപ്നവും വ്യാഖ്യാനവും അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ ആ സ്വപ്നം സംഭവിക്കുന്നതും ആ രാജത്വത്തിൽ തന്നെ 7 കാലത്തിന് ശേഷം യഥാസ്ഥാനപ്പെടുത്തുന്നതൊക്കെ ആ രാജാവിനെ ദൈവത്തെ വിശ്വസിക്കുവാനും മറിച്ച് നീതിയോടെ ന്യായത്തോടെ തൻ്റെ രാജ്യത്വം നടത്തിക്കൊണ്ടു പോകാനും ഇടയായി എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന നന്മയുടെ ഭാഗം എന്നുള്ളത്. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം വായിച്ചത് അതിൻ്റെ 4-ാം വാക്യത്തിൽ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും,
നിങ്ങൾ ശക്തി പ്രാപിച്ച് ഭൂലോകത്തിലൊക്കെയും അത് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നൊക്കെയും പറയുന്ന ഭാഗം നമുക്ക് അറിയാം. അപ്പോൾ ആ യേശുക്രിസ്തു അതിനെക്കുറിച്ച് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള ആ ദാനം, ദൈവത്തിൻ്റെ ദാനം ലഭിക്കുന്നതിന് വരെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോരുന്ന 1-ാമത്തെ അധ്യായത്തിൽ അത് പ്രാപിക്കുന്ന അധ്യായമാണ് 2-ാമത്തെ അധ്യായം. ഇവിടെ വായിക്കുന്ന പെന്തക്കോസ്ത് നാൾ. പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത് വാരോത്സവം എന്നോ കായികനി പെരുന്നാളെന്നോ ഒക്കെ പറയുന്ന ഒരു ഉത്സവമാണ്. ഇത് വരുന്നത് പെസഹ മുതൽ 7 ആഴ്ച വീതം കൂട്ടി, അങ്ങനെ 7 ആഴ്ചകൾ, ഒരാഴ്ച, 2 ആഴ്ച, 7 ദിവസം വീതം 7 ആഴ്ച. അപ്പോൾ 7 7 49 അടുത്ത ദിവസം 50-ാമത്തെ ദിവസം. ആ 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അപ്പോൾ ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പം എല്ലാവരും കൂടെ അതും ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ പെരുന്നാളായിട്ട് ആഘോഷിക്കേണ്ട, വർഷത്തിലൊരിക്കൽ പുരുഷന്മാരെല്ലാവരും യെരൂശലേമിൽ വരണം എന്ന് പറയുന്ന 3 ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് ഈ പെന്തക്കോസ്ത് നാൾ. അന്ന് ഈ പെന്തക്കോസ്ത് നാളെന്നല്ല എന്ന് പറയുന്നത്, അതിന് വാരോത്സവം എന്നോ കായികനി പെരുന്നാളെന്നോ അങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പം ഇത് പെന്തക്കോസ്ത് നാൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ യെരൂശലേമിൽ തന്നെ ഉണ്ട്. അവർ ഇരുന്ന മുറി, ആ മുറിയിലേക്ക് ഈ പറഞ്ഞ ഒരു മുഴക്കമുണ്ടായി, ഒരു കാറ്റടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവരിരുന്നിരുന്ന വീട് മുഴുവനും അത് നിറച്ചു. അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേറ്റ് അത് പതിഞ്ഞു. അത് ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു, ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കണം. കാഴ്ചയും ശബ്ദവും പ്രകമ്പനവും ഒക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് അങ്ങനെ വരേണ്ട കാര്യമില്ല. പക്ഷെ അത് വ്യത്യസ്തമായിരിക്കണമല്ലോ. അത് ആദ്യമായി പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു ദാനം ആദ്യമായി ലഭിക്കുന്നതാണ്. അപ്പം അതിൻ്റേതായ ഒരു വ്യത്യാസം ദൈവം കൊടുത്തതാണ്. എന്നിട്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ അവരുടെ നാവുകളിന്മേൽ അന്യഭാഷ, അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകൾ അവരുടെ നാവിന്മേൽ കൊടുത്തു. അവർക്കറിയാത്ത ഭാഷകൾ, അവർക്കറിയുന്നത് ഈ പറഞ്ഞ എബ്രായ ഭാഷയൊക്കെയാണ്, അരാമ്യ ഭാഷയൊക്കെയാണ് അവർക്കറിയുന്നത്. അവർക്ക് നാവിന്മേൽ മറ്റ് അറിയാത്ത ഭാഷകൾ കൊടുത്തു. പക്ഷേ അവിടെ 18 ദേശങ്ങളിൽ നിന്ന് ഉള്ള പല ആൾക്കാർ, വേറെ പല ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരായിട്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ അവിടെ വായിക്കുന്നത് പർത്യർ, മേദ്യർ, എലാമ്യർ, മെസൊപ്പൊത്താമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസിയയിലും പുഗ്യയിലും പംഫുല്യയിലും ഇസ്രയേലിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്രാദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമാണ് ദൈവം അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ അവർ സംസാരിക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ഇത് കേട്ടു വന്നവർ അന്തം വിട്ടു അമ്പരന്നു. അവർ പറയുകയാണ്, ഇവർ നമ്മുടെ ഭാഷകളിൽ ഇവർ ഇന്ന ദേശക്കാരും ഭാഷക്കാരും ഒക്കെ ഇല്ലേ, പിന്നെ ഇവരെങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർ ഒരു കാര്യം അവിടെ പരിഹസിക്കുന്നുണ്ട്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. വീഞ്ഞ് കുടിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതിന് പത്രോസ് ബാക്കി 11 പേര് 10 പേരോടുകൂടി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. ഇവർ ലഹരി പിടിച്ചിട്ടല്ല, പകൽ 3-ാം മണി നേരമല്ലേ ആയുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു അത്രേ. യോവേൽ പ്രവചനം 2:28 മുതൽ 32 വരെ. യോവേൽ 2:28 മുതൽ 32 വാക്യത്തിൽ അവിടെ അരുളി ചെയ്തിട്ടുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറയുന്ന പ്രവചനമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതിൻ്റെ അവസാനം, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും, എന്നാൽ കർത്താവിൻ്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുവരെയുള്ള ആ യോവേൽ പ്രവചനം ഇവിടെ പത്രോസ് കോട്ട് ചെയ്യുന്നുണ്ട്, അത് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്
ദൈവം നിങ്ങൾ കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ ഒരു പ്രസംഗം ഇവിടെ പത്രോസ് ആ ജനത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായത്തിലെ ഒരു പ്രവചനവും അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല എന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഉള്ള ഒരു പ്രവചനം സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അപ്പം നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമ്പം യേശുക്രിസ്തു ശരീരം ദ്രവത്വം കണ്ടില്ല, ദ്രവിക്കാതെ തന്നെ അതിനു മുമ്പ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവം ഭൂമിയിൽ വീണ്ടും നടക്കുമാറാക്കി, നമുക്കറിയാവുന്നതാണ് എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ എന്നാണ്. അപ്പോൾ ദാവീദാണ് ആ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വീണ്ടും ഈ കാര്യത്തെ സംബന്ധിച്ച് തുടർന്നും പത്രോസ് പ്രസംഗിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ആരാണ്? പല പ്രവാചകന്മാരും. എന്നാൽ ദൈവം ഇവരെ ഉയർപ്പിച്ചു കളഞ്ഞതാണ്. അതായത് ഉയർപ്പിച്ചു, മരണം കാണാതെ ഉയർപ്പിച്ചതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ അതിനു മുമ്പ് എന്താ ചെയ്തു? നിങ്ങൾ അവനെ കൊന്നു കളഞ്ഞു എന്നാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന ദാനം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നിട്ട് പറഞ്ഞതാണ് ഇവിടെ, നിങ്ങൾക്ക് ഈ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുമ്പേ വാഗ്ദത്തം ചെയ്ത പ്രകാരം ഇന്ന് യേശു ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നതിന് ശേഷം ഇവിടെ ഈ മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾ കണ്ടതും കേട്ടതും. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പറയുന്നുണ്ട്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്നുവരെ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ജനമൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ. മുമ്പ് ഇതുപോലെ മോശ ഒരിക്കൽ ഈ ജനത്തിൻ്റെ അടുക്കൽ ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്നും പറഞ്ഞ് വരുമ്പം അവരന്ന് മോശയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പം അങ്ങനെ മോശയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മോശയെ അവർക്ക് ന്യായാധിപതിയും കർത്താവുമൊക്കെ ആക്കി വെച്ചത് ദൈവമാണ്. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല ആദ്യം. പിന്നെ ആ മോശയിൽ നിന്ന് വലിയ കാര്യങ്ങളും അത്ഭുതങ്ങളുമൊക്കെ സംഭവിക്കും, അവർ കുറേ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ക്രിസ്തുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ്. അവരത് കുത്തുകൊണ്ടു. അവർക്കിത് കേട്ടപ്പോൾ, എന്നാൽ ഇസ്രായേലിലാണല്ലോ ഈ കേൾക്കുന്നത്, യെരൂശലേമിലാണല്ലോ, യഹൂദയിലാണല്ലോ സംഭവിക്കുന്നത്, ഈ കാര്യം സംഭവിക്കുന്നതും പത്രോസിൻ്റെ പ്രസംഗമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഉള്ളിലൊരു കുത്തുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യേണ്ടു, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അപ്പോൾ അവിടെ ഇവരെന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇവർക്ക് സാധാരണ കുത്തുകൊള്ളുമ്പം പൊതുവേ ഇവർ ചെയ്യുന്നതൊക്കെ എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. യേശുവിനോട് ചെയ്തത് അവർ കുത്തുകൊണ്ടിട്ട് എന്താ ചെയ്ത് യേശുവിനെ കൊല്ലാനും തല്ലാനും ഒക്കെ അല്ലേ ശ്രമിച്ചു, യേശുവിനെ നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇവിടെ ഒരു ഗുണപരമായ വ്യത്യാസമുണ്ടായത്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആ നന്നാകാനുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പത്രോസ് ഈ ഉത്തരം പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. കാര്യം എന്താണ്? യേശുക്രിസ്തുവിനെ കൊന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനമേൽക്കാൻ അവർക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം, അല്ലാതെ ഈ കളി നടക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ ഈ പറഞ്ഞ
പാപത്തിൻ്റെ മോചനം സംഭവിക്കുകയില്ല എന്നും ആ വാക്യത്തിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് 41 വാക്യത്തിൽ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവനോട്, ഒറ്റ ദിവസത്തെ സ്നാനമാണ്, 3000-ഓളം പേരാണെന്ന് സ്നാനപ്പെട്ടത്. അത് ഒരു വലിയ നമ്പർ ഓഫ് സ്നാനമാണ്. അത്രയും വലിയ സ്നാനങ്ങളൊക്കെ പൊതുവെ നടക്കാറില്ല. എന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾക്ക്, വിശ്വാസികൾക്ക് വേണ്ട 4 പ്രവൃത്തികളാണ് ഇവിടെ കാണുന്നത്. പ്രവൃത്തികളാണ്. ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം. ഇന്ന് നമുക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെങ്കിൽ വചന പുസ്തകം തുറന്നു വെച്ച് വായിച്ച് മനസ്സിലാക്കുക തന്നെ പറ്റുള്ളൂ. ഉപദേശം കേൾക്കണം. കൂട്ടായ്മ ആചരിക്കണം. ആരോടൊക്കെയുള്ള കൂട്ടായ്മ? ക്രിസ്തുവിനോടും അവൻ്റെ പിതാവായ ദൈവത്തോടുമുള്ള കൂട്ടായ്മ, നമ്മുടെ സഹോദരങ്ങളോടും ഒപ്പമുള്ള കൂട്ടായ്മ. അപ്പോൾ ആ കൂട്ടായ്മ ആചരിക്കണം. നമുക്കിപ്പം ആചരിക്കുന്ന അങ്ങനെ ഒറ്റയ്ക്കിരുന്നല്ലോ നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ സഹോദരങ്ങളോട് കൂടെയാണ് കൂട്ടായ്മ ആചരിക്കുന്നത്. പക്ഷേ സഹോദരങ്ങളോട് മാത്രമല്ല ആ കൂട്ടായ്മ, നമ്മുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവോടും കൂടെയാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് വായിച്ച വായന ഭാഗങ്ങൾ ഓർക്കുക. അപ്പം നുറുക്കുക, അപ്പം നുറുക്കിയും വീഞ്ഞ് ഭക്ഷിക്കുന്നതും ചെയ്യുന്ന ആ ക്രിസ്തു പറഞ്ഞ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ്, ആ പ്രവൃത്തി. പിന്നെ പ്രാർത്ഥന കഴിച്ചും പോവുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ളത്. അവിടെ പിന്നെ എഴുതിയിരിക്കുന്ന, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന്. അപ്പോൾ പുതിയ പുതിയ വിശ്വാസികൾ വരുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ തോന്നുന്നത് ഇതിനിയൊന്നും എൻ്റേതല്ല, ഇതെല്ലാം പൊതുവകയാണെന്ന് എണ്ണി ജന്മഭൂമികളും വസ്തുക്കളൊക്കെ വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കെടുക്കുകയും അതെല്ലാം ഇവരുടെ മുമ്പിൽ കൊണ്ടുവരും, ഈ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ. എന്നിട്ട് അത് ഇല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് പങ്കിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പം ഈ ഒരു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെടാൻ തയ്യാറാകുന്ന, പാവങ്ങളെ ഏറ്റുപറയുന്ന, തനിക്ക് ഒരു പുതിയ ജീവിതമാണെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെയും സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. സഭയെന്ന് പറയുന്നത് ഒരു ദേശത്ത് വരുന്നത് മാത്രമല്ല, ലോകത്തെല്ലായിടവുമുള്ള ആ ക്രിസ്തുവിൽ സഹോദരന്മാരുടെ സഭയാണ്. ആ സഭയിലാണ് ചേർക്കപ്പെടുന്നത്. അതൊരു പ്രദേശത്തുള്ള സഭയല്ല. ഈ വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരും ഒരൊറ്റ സഭയാണ് എന്നുള്ളതാണ്. ആ തരത്തിൽ വേണം അതിനെ വിശാലമായ അടിസ്ഥാനത്തിൽ കാണാൻ, സങ്കുചിതമായി കാണാതെ. അപ്പം അവിടെ ഏതോ ഒരു സഭയുണ്ടായിരുന്നു, ആ സഭയോട് ചേർന്നൊന്നല്ല. ക്രിസ്തുവിനൊരു സഭയേ ഉള്ളൂ. അത് ലോകത്ത് ആകമാനം പല പ്രദേശങ്ങളിൽ കൂടുന്ന കൂട്ടായ്മകളെല്ലാം കൂടെ ചേർന്നുള്ള ഒറ്റ സഭയാണ്. ആ സഭയോടുകൂടെയാണ് ചേരുന്നത്. ഒരിക്കലും പ്രാദേശികമായി എവിടെയെങ്കിലും ഏതെങ്കിലും പേരിലുള്ള, നമ്മുടെ നാട്ടിലുള്ള പേരിൽ അറിയപ്പെടുന്ന സഭകളിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. താങ്ക് യു. 3 വായന ഭാഗങ്ങളും ഇവിടെ അവസാനിച്ചു. ദൈവം തൻ്റെ ശക്തിയുള്ള കരങ്ങളുടെ സംരക്ഷണയാൽ നമ്മെ ഓരെയും കാത്തു സൂക്ഷിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കൂട്ടായ്മ കാണിക്കട്ടെ. അതിന് യോഗ്യമായ വണ്ണമുള്ള ജീവിതം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.